ഹലോ ഗൈസ്, ഞാൻ കാർത്തിക്. അപ്പോൾ ഗൈസ്, നിങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഞങ്ങൾ ഇന്ന് കളിക്കാൻ പോകുന്നത് ഗ്രാനി ചാപ്റ്റർ 3 എക്സ്ട്രീം ആണ്. ഓക്കെ, നിങ്ങൾ കുറേ നാളുകൾക്ക് ശേഷമാണ് കളിക്കുന്നത്. ഞാൻ നേരത്തെ ഹാർഡ് മോഡ് എസ്കേപ്പ് ചെയ്തിരുന്നതും അത് ഗേറ്റ് എസ്കേപ്പ് ആയിരുന്നു. പക്ഷേ ഇത്തവണ എക്സ്ട്രീം കളിക്കുന്നുണ്ട്. ഗ്രാനി ചാപ്റ്റർ 3 2000 years later. ഇതെങ്ങനെ ആവുമെന്നോ ചാവുമെന്നോ ജീവനോടാ ഇരിക്കുമെന്നോ ഒരു പിടുത്തവും ഇല്ല. 1ഉം 2ഉം പോലല്ല 3 ഞാൻ കളിച്ചിടത്തോളം വെച്ച് നോക്കുമ്പോളേ. ഓക്കെ, ഭയങ്കര ടഫാണെന്നല്ല, എക്സ്പീരിയൻസ് ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്. പഴയ പോലെ പ്രോ പ്ലെയർ അല്ല. ഗ്രാനിയിലോട്ട് മാസങ്ങൾക്ക് ശേഷമാണ് കളിക്കുന്നത്. ഓക്കെ, ഞങ്ങൾക്ക് നേരെ താഴോട്ട് പോകാം, അതായത് ഇപ്പോൾ നടക്കത്തുള്ളൂ. താഴോട്ട് പോയിട്ട് നേരെ സാധനങ്ങൾ എടുക്കുക. ഓക്കെ, ഓക്കെ, സാധനം ഒച്ച ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, അപ്പം പോകുന്നുണ്ട്, തള്ളച്ചിയും പോകുന്നുണ്ട്. പുള്ളിക്കാൻ്റെ തോക്കുണ്ട്. സീന് ഞങ്ങളെ വെടിവെച്ച് താക്കുമെന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇവിടെ ഒന്നും കാണത്തില്ലായിരിക്കില്ല. ഓക്കെ, ജ്യൂസ്. ഓക്കെ, എടുക്കാം. കുറച്ച് എക്സ്പീരിയൻസസ് ഉണ്ട്, അതുകൊണ്ട്. ഓക്കെ, ജനറേറ്റർ കേബിൾ. എനിക്ക് ഈ പ്രീസെറ്റ് അറിയാമെന്ന് തോന്നുന്നു. അറിയാമെന്നാണെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു മോനെ. അമ്മയ്ക്ക് അവിടെ ഉണ്ടല്ലോ. കേസ് ഇവിടെ എല്ലാം കാണുമായിരിക്കും. ഓ അയ്യേ, അതെന്തോ സംഭവം. സംഭവം എനിക്ക് മനസ്സിലായില്ല കേട്ടോ എന്തുവാന്ന്. ഞാൻ എക്സ്ട്രീമി സ്ലെൻഡറിനി ഇട്ടുകൊണ്ട് തന്നെ സ്ലെൻഡറിനിക്കും കുറച്ച് പവേഴ്സ് ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് കളിക്കാൻ പാടാ. നാളേക്ക് ശേഷം സ്ലെൻഡറിനിയുടെ കയ്യിൽ നിന്നുകൊണ്ട് ചാവുന്നത് മനസ്സിലായ. ഡിഫിക്കൽട്ടി അനുസരിച്ച് സ്ലെൻഡറിനിക്കും ഉണ്ട് ഡിഫറൻഷിയേറ്റ് ആയിട്ടുള്ള പവേഴ്സ്. നല്ലൊരു പ്രോഗ്രസ്സിലേക്ക് പോയതായിരുന്നു കേട്ടോ. നല്ലൊരു പ്രോഗ്രസ് ഉണ്ടായിരുന്നു കളിയിലെ. നമുക്ക് സാധനമൊക്കെ ഇരിക്കുന്ന എവിടെയാണെന്ന് കൃത്യമായിട്ടൊന്നും അറിയത്തില്ല. കുറേ ഞാൻ കളിച്ചിട്ട് പുള്ളിക്കാരനും പോകുന്നുണ്ട്. ഈ സാധനം പിന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പ്ലീസ്, ഞങ്ങൾക്ക് അടുക്കളയിലോട്ട് പോകണം. അതിന് മുന്നേ ഗൈസ് വേറെ സംഭവം ചെയ്യാം. അത് ഞങ്ങൾക്ക് ഈ ജനറേറ്റർ കേബിൾ എടുക്കണം. ഇവിടുന്ന് പുള്ളിക്കാരത്തി ട്രാപ്പിലിട്ടിരിക്കുന്നത്. ഓക്കെ, ഓക്കെ, ഇവിടെ എല്ലാം കാണുമോ ഭഗവാനേ, ഇവിടെ എല്ലാം കാണുമോ? വെപ്പങ്കി. യെസ്, ഓക്കെ. രണ്ടിനെയും വെട്ടിച്ചു വേണം ഇനി കയറാനായിട്ട്. തൂക്കും, ഇത് പണി തൂങ്ങും. യെസ്, കട്ടയും കിട്ടിയിട്ടുണ്ടേ. പുള്ളിക്കാരൻ താഴോട്ട് പോകുന്നുണ്ടേ. നമുക്ക് നേരെ മണ്ടക്കോട്ട് പോവാം. കണ്ടോ ഗൈസ്, ഇത്രേ ഉള്ളൂ. ഇവരെ പേടിക്കാതെ കളിക്കുകയാണെങ്കിൽ കളിയൊക്കെ സുഖമാണ് ഗൈസ്. ഷോട്ട് ഗൺ ഉണ്ട്. എക്സ്ട്രീം ആണ്, ഈസി അല്ല. എക്സ്ട്രീം ആണ്. ഞങ്ങൾക്കൊരു പുറത്ത് നിന്ന് അടിച്ചു കഴിഞ്ഞാൽ പണി കിട്ടും. പുറത്ത് നിന്ന് അടിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി കുക്ക്. ഓക്കെ, തള്ളച്ചു പോയി. ഡെഫിനറ്റ്ലി തീരും. ഞങ്ങളുടെ മാക്സിമം എക്സ്പീരിയൻസ് ഉപയോഗിച്ച് കളിക്കുന്ന ഗെയിമാണിത്, ഗ്രാനി ചാപ്റ്റർ 3 എക്സ്ട്രീം. ഓക്കെ, പുള്ളിക്കാരൻ വരണം. കൈയൊക്കെ കാണുന്ന തുടങ്ങണം. ഓക്കെ, ബോഡി ഷോട്ടേ കൊടുക്കാൻ പറ്റിയുള്ളൂ. ഇതോടി. ഓക്കെ, കുഴപ്പമില്ല. തോക്കെടുത്താണ് മണ്ടയ്ക്ക് പോകും. നിങ്ങൾ വേണം. കോയിനാണ്, കാക്കയെ കൊല്ലണ്ട, രക്ഷപ്പെട്ടു. നമ്മളെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്. അയ്യോ, പോട്ടെ പോ. ഓക്കെ, പ്ലാങ്ക് എടുത്ത് പോകണമല്ലോ. ഇനിയിപ്പോൾ എന്തോ ചെയ്യും? ഇനിയിപ്പോൾ എന്തെങ്കിലും ചെയ്യണം, ശരിയാത്തില്ല.
സ്പോണ്ടേനിയസ് മൂവ്മെൻ്റ് ആയിരിക്കണം കേട്ടോ. നാശ ഇത് എന്ത് ഇവിടെ നിന്ന് വരുന്നതാടാ ഇത്? എന്നെ തൂക്കാൻ വേണ്ടി മാത്രം വരും ഓരോന്ന്. ഓക്കെ, തൂക്കി ബുള്ളറ്റ് അരച്ചിട്ടുണ്ട്. ഇവിടെ വെച്ച് കൊന്നാൽ പോലെ. ആ അതേ വരുന്നു. അപ്പോൾ പോ ഇങ്ങോട്ട് നോക്കി. ഓക്കെ, 1 ഡൗൺ. ഒന്ന് പോയി, നീ ഒരെണ്ണം കൂടെ വരാനുണ്ട്. സ്റ്റിൽ 1 മോർ. ഓക്കെ 2 പോയിട്ടുണ്ട്. സ്ലെൻഡിനെ ചത്തെന്ന് വെച്ചാൽ നിങ്ങൾക്കൊന്നും എന്നെ എന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് ഞാൻ ഇത്ര ദിവസം കഴിഞ്ഞിട്ട് വന്നെന്ന് ഓർക്കണേ. ഇത്ര ദിവസവും നാണക്കേടാ രണ്ടിനും കേട്ടോ. വെരി ഷോക്കിംഗ് മൂമെന്റ് ദാറ്റ് വാസ്. ഞാൻ വിചാരിച്ചു വെച്ചത്തോളം ഞാൻ എനിക്ക് ഇത്രയും ഗൈസ് എൻ്റെ ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് മൂലം മാത്രമാണ് ഇത്ര നേരം പിടിച്ച് ഇന്നത്. എനിക്കിട്ട് പണി നിന്ന് രണ്ടും കൂടെ. ആരാണ്ടൊക്കെ വന്നിട്ടുണ്ടല്ലോ. ഓക്കെ, ഇതെവിടുന്ന്? Emotional, damn it! വാട്ട്? ഇതെവിടുന്ന് വന്നതാ? അയ്യേ. ഓക്കെ ഡേ 3 അത് അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു ഗൈസ്. ഇനി ഞങ്ങൾക്ക് ചെയ്യാനുള്ളത് താഴെ ചെന്നിട്ട് ആ ഒരു ഗ്ലാസ് അങ്ങോട്ട് ബ്രേക്ക് ചെയ്യണം. അതാണ് മെയിനായിട്ട് ചെയ്യാനുള്ളത്. ഗൈസ് ഞങ്ങളുടെ ക്രോസ് ബോ അടുക്കള ഇരിപ്പുണ്ട്. അപ്പം ഞങ്ങൾക്ക് അതെടുക്കണം. എന്നിട്ട് കട്ട വറക്കിയിട്ട് ഇനി ഷോട്ട് ഗണ്ണ് കിട്ടത്തില്ല, പുള്ളിക്കാൻ്റെ കയ്യില്ല. പിന്നെ ഡിസഡ്വാൻറ്റേജ് ആണ്. സ്ലെൻഡറിനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സ്ലെൻഡറിനെ ഇട്ട് കളിക്കുന്നതാണ് ഏറ്റവും വലിയ അബദ്ധം. പക്ഷെ അതിൽ എസ്കേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ പിന്നെ ലെജൻഡ് കേട്ടോ. അത് വേറെ സത്യം. ഓക്കെ, നിങ്ങൾ പണ്ടേ പ്രോ പ്ലെയർ ആയിരുന്നു, ഇപ്പോഴും ആണെന്ന് കൺഫേം ചെയ്യിപ്പിക്കാം. പുള്ളിക്കാൻ്റെ തോക്കണ്ടേ. ഓപ്പൺ ഗ്രൗണ്ടിൽ പോയി പുള്ളിക്കാരനെ വെല്ലുവിളിക്കുന്നത് ശരിയല്ല. കണ്ടോ ഗൈസ്, ലാഗാണ്. ഡിവൈസ് ഭയങ്കര കഷ്ടമാണ്, വേറെ ഡിവൈസിലാണെങ്കിലും. ഓക്കെ, അയ്യോ ഇത് ഭയങ്കര കഷ്ടമാണ് കേട്ടോ. ഷീസ് ഡെഫിനറ്റ്ലി ഈസ് എ അനോയിങ് തിങ്. വെറുപ്പീരെന്ന് പറഞ്ഞാൽ അത്രയുണ്ട് കേട്ടോ. എന്തോ A few moments later. സ്ലെൻഡിനെ ഉണ്ട്. റിസ്ക് എടുക്കാൻ പോവല്ല. ഓക്കെ ഗൈസ്, പുള്ളിക്കാരനെ വെടിയേക്കാൻ സമ്മതിക്കല്ലേ, എക്സ്ട്രീമാണ്. ഓക്കെ, ഒരു പൊസിഷൻ പിൻ ചെയ്ത് വെച്ച് വെക്കുക, വരാൻ വേണ്ടി കാത്തിരിക്കുക. ഓക്കെ ഒറ്റ ബുള്ളറ്റേ ഉള്ളൂ. തൂക്കി ഒറ്റ ഒരെണ്ണേ ഉള്ളൂ. ഈ പുള്ളിയുടെ ഷോട്ട് ഗണ്ണിയല്ല ആമോ ഉണ്ടെങ്കിലായിരിക്കും. അതെന്തോന്ന് അതിനോന്ന് വാട്ട്? അതെന്തോ സംഭവം? സീരിയസ് ആയിട്ട് ചിന്തിക്ക് ബ്രോ, ഇതെന്തോ ഇത്? ഓക്കെ, വെറുതെ വിട്ടാ പോരാ മോനെ, കളി ജയിക്കണം. അയ്യോ, വരുന്നുണ്ട്. ഓ, ജസ്റ്റ് മിൻസ്. നീ കൊല്ലാൻ നോക്കിയിട്ട് കാര്യമില്ല. കൊല്ലാൻ നോക്കിക്കഴിഞ്ഞാൽ ഏതായാലും ചാവും. വി വിൽ ഡെഫിനറ്റ്ലി കുക്ക്. വി വിൽ സ്റ്റിൽ നോട്ട് ടു കിൽ. കൊല്ലാൻ നോക്കിക്കഴിഞ്ഞാൽ ഏതായാലും പടാവും. അതുകൊണ്ട് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി മാത്രം നോക്കുക. അതുള്ള ഏക സ്ട്രാറ്റജി. തോക്കെടുക്കുക, ഉണ്ട എടുക്കുക. ഇത് ഭയങ്കര ഇഷ്ടം. ഇപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തോക്ക് പോട്ടെ, സ്ലിംഗ് ഷോട്ട് എടുക്കുക, ബുള്ളറ്റ് എടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് നേരെ അവർ പോകുന്നിടം വരെ നോക്കിയിരിക്കണം. അതേ ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ഗൈസ്, അല്ലെ പണി കിട്ടും. അതിൽ കഴിഞ്ഞ അടുത്ത പോലെ പുള്ളി ബഗ് ചെയ്ത് കൊല്ലും. ഞാൻ പറഞ്ഞു എക്സ്ട്രീം ഭയങ്കര ഇതും. നോ ബ്രോ, കുറേ നാളൊക്കെ ശേഷം കളിക്കുന്നതുകൊണ്ടാണെന്നും അറിയത്തില്ല. സ്റ്റിൽ ആബ്സല്യൂട്ട്ലി അനോയിങ് പുള്ളിക്കാരൻ. ഓക്കെ, ഇത് സ്ലെൻഡിനെ ഭയങ്കര ശല്യം കേട്ടോ. പുള്ളിക്കാരത്തിയെ തളച്ചില്ലെങ്കിലേ കിട്ടും.
ഓക്കെ, പോകാൻ പറ്റുമോ എന്ന് നോക്കാം. അതേ ഉള്ളൂ. 1 2 3. ഓക്കെ, മിഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. ക്രോബാർ ഇപ്പം എടുക്കണ്ട കേട്ടോ. നമുക്ക് ഇതിൽ ഒട്ടും എക്സ്പീരിയൻസ് ഇല്ലാത്ത സംഭവം കേട്ടോ. എനിക്ക് ഒട്ടും എക്സ്പീരിയൻസ് ഇല്ല. ക്രോബാർ ഊരിക്കഴിഞ്ഞ് കള്ളം വന്ന് തൂക്കും എന്നെ. 100% ഉറപ്പാണ് കള്ള തൂക്കും. കണ്ടോ, പറഞ്ഞില്ലേ, എനിക്കറിയാം ഇതൊക്കെ, പണ്ടേ എനിക്കറിയാം. ഈ തള്ളച്ചി പോയിട്ടേ ചെയ്താൽ മതി, അല്ലെങ്കിൽ കറക്റ്റ് പണി കിട്ടും. ഈസിയസ്റ്റ് തിങ് എവർ നീന്താ ഗ്രാനി എക്സ്റ്ററി ചെയ്യാൻ പറ്റുമോ നോക്കാം. 2 എസ്കേപ്പ് ചെയ്തെങ്കിൽ 3 പറ്റും. ഓക്കെ, അവരെവിടോട്ടാ പോയെന്ന് നോക്കട്ടെ. അവരെവിടെ ആയിരിക്കും ശരിക്കും? ഓക്കെ, ഓ ട്രാഫിക് ആശ. ഓക്കെ, ഷെഡ് കീ കിട്ടിയിട്ടുണ്ട്, ഷെഡിൻ്റെ കീയെ. ഇതെല്ലാം കൊണ്ട് ഞങ്ങൾക്ക് മണ്ടക്കോട്ട് പോകണം, അതായിരിക്കും ഏറ്റവും വലിയ പണി. യെസ്, ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാൻ പാടില്ല. പുള്ളിക്കാരൻ ഇടയ്ക്ക് ഇതിനെ കൂടെ ഇറങ്ങി വരുന്നത്, അതാണ് ഇവിടുത്തെ വലിയ കാര്യമേ. ഓക്കെ, അയ്യോ അയ്യേ. ഓക്കെ 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 ഓക്കെ, ലാസ്റ്റ് ഡേ എസ്കേപ്പ് ചെയ്യാൻ ചാൻസസ് ഉണ്ട് ഗൈസ്. ചെയ്യാൻ പറ്റും, എനിക്ക് വിശ്വാസമുണ്ട്, എനിക്ക് ചെയ്യാൻ പറ്റും. യെസ് ഗൈസ്, ഞങ്ങൾ ഇപ്പോഴും സ്റ്റിൽ പുറകോട്ടൊന്നും അല്ല, ഞങ്ങൾക്ക് ഇപ്പം സ്റ്റിൽ എസ്കേപ്പ് ചെയ്യാൻ പറ്റും. ഞങ്ങൾ നോക്കാം. ക്രോബാർ മണ്ടയ്ക്ക് വെച്ചാൽ എനിക്ക് മറ്റിത് കിട്ടുമെന്ന് അറിയാം, വെച്ചാൽ ബിജു വീല് പുള്ളിക്കാച്ചി ട്രാപ്പ് ഇട്ട് വെച്ചിരിക്കുക. ഇപ്പം അത് ചത്തിരുന്നെങ്കിലേ ഞാൻ തീർന്നേനെ കേട്ടോ. ഡെഫിനറ്റ്ലി ഐ ആം കുക്ക്ഡ്. ഞാൻ ശരിക്കും തൂങ്ങിയേനെ. നമ്മുടെ ട്രാപ്പ് ഇട്ടിട്ട് പോയാലോ? വേണ്ട. ഓക്കെ, ഓക്കെ, സ്ക്രോബാറും കൊണ്ട് മണ്ടക്കോട്ട് പോകും, അതാ ഇനിയിപ്പോൾ നടക്കത്തുള്ളൂ. ട്രാപ്പിൽ പോവല്ലേ, ജമ്മം ചെയ്താലേ, ട്രാപ്പിലോട്ട് കയറല്ലേ. സുഖം. എങ്ങനെയാണ് എക്സ്ട്രീം കളിക്കുന്നത്? ഇതെൻ്റെ എക്സ്പീരിയൻസ് മാത്രമാണ്. ജസ്റ്റ് എൻ്റെ ഗ്രാനി ഹിസ്റ്ററിയിലെ എക്സ്പീരിയൻസ് വെച്ച് മാത്രം കളിച്ചിട്ടുള്ളത് ഗ്രാനി 3യും ഗ്രാനി 2വും മാത്രമാണ്. ഗ്രാനി 1 ഈസിയാണ് ഗൈസ്, ബട്ട് ഇൻ മൈ കേസ് Granny 1 still is the easiest in play. We can Bro, what are you talking about, man? escape in extreme. Okay guys, ഇനി ഗൈസ് സൂക്ഷിച്ച് കളിക്കുക കേട്ടോ, സൂക്ഷിച്ചേ. എസ്കേപ്പ് ചെയ്യാനായിട്ട് കുറച്ച് ദൂരങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് വീട്ട് പുള്ളിക്കാരിയുടെ മൂവ്മെൻറ്റ്സ് എന്നറിയണം കേട്ടോ. പുള്ളിക്കാരിയുടെ മൂവ്മെൻറ്റ്സ് അറിയണം. എനിക്ക് കളയാൻ പറ്റത്തില്ല. ഇത്ര എത്തിയിട്ട് ചത്തെന്ന് പറഞ്ഞാൽ പിന്നെ അതെന്നെ സംബന്ധിച്ചിടത്തോളം ബിഗ്ഗസ്റ്റ് ലോസ്റ്റ്. വൺ ഓഫ് മൈ. ഓക്കെ, ഇവിടുന്ന് കുറച്ച് നീങ്ങി കഴിഞ്ഞാൽ പുള്ളിക്കാരി തലമണ്ട അടിച്ച് ശരിയാക്കും എൻ്റെ. ഐ എം കറക്റ്റ്? അല്ലല്ല, അവളല്ല ട്രാപ്പ്. അയ്യേ ഞങ്ങൾക്ക് ഇനി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് അറിയാവോ? നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് എനിക്ക് ഒറ്റ പിടിയില്ല കേട്ടോ ഗൈസ്, ഒരു പിടുത്തവുമില്ല. ഓക്കെ, 1 hour later.
വേണ്ട അങ്ങോട്ട് പോകണ്ട. ഗ്രാനി ഉണ്ട്. പോയോ? ഓക്കെ. ഷെട്ട് കഴിഞ്ഞാണ് ഇതുപോലെ ഷെഡ് കീ എടുത്തുകൊണ്ട് പോകുന്ന വഴിക്കായിരുന്നു ഗൈസ് തട്ടിയത്. ഞങ്ങൾക്ക് റിസ്റ്ററി റിപ്പീറ്റ് ആവുമോ അതോ കാറ്റേഴ്സ് ഡി ഗ്രാനി 3 എക്സ്ട്രീം എക്സ്കേപ്പ് ആവുമെന്ന് നോക്കാം. അതാകുമ്പോൾ ആദ്യമായിട്ട് 3 ഗെയിമിൽ എക്സ്ട്രീം എസ്കേപ്പ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. 3 ഗെയിമിൽ എക്സ്ട്രീം നോക്കാം. ഗോൾഡൻ അച്ചീവ്മെൻ്റ് ആണോ എന്ന് എനിക്കറിയത്തില്ല. ചെയ്യാൻ പറ്റുമോ നോക്കാം. ഓക്കെ. എസ്കേപ്പ് ചെയ്യാൻ കുറച്ച് നിമിഷങ്ങൾ കുറച്ച് മാത്രമേ ഉള്ളൂ ഗൈസ്. എനിക്കിത് കളയാൻ പറ്റത്തില്ല. ഒരു ഡ്രൈവും കൂടെ എങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കിത് ഓപ്പർച്യൂണിറ്റി എനിക്ക് മാക്സിമം യൂസ് ചെയ്യായിരുന്നു ഈ ഓപ്പർച്യൂണിറ്റി. ഓക്കെ, ഞാൻ പറഞ്ഞു വന്ന് മനസ്സിലാക്കിയല്ലോ. ഒരു ദിവസവും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, ഒറ്റ ദിവസം. അയ്യേ കിട്ടത്തില്ല. അതൊന്നും സംഭവമായിരുന്നത്. സ്ലെൻഡ്രീന ഇല്ലായിരുന്നെങ്കിൽ എത്ര ജയിക്കായിരുന്നു. വേഴ്സ്റ്റ് ഗെയിം ഇൻ മൈ ഹിസ്റ്ററി. വേഴ്സ്റ്റ്. അതും പുള്ളിയുടെ തഗ് ലൈഫ് തന്നെ. നോ. ഓക്കെ, പറ്റും ഗൈസ്. സംഭവം ഇത് ആബ്സൊല്യൂട്ട് സിനിമ ആയിരുന്നു സാധനം. ഇതുമായിട്ട് എക്സ്ട്രീം നോക്കുന്നത്. പൈസ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും മറക്കാതെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. പൈസ ഞങ്ങളിത് എക്സ്ട്രീം എസ്കേപ്പ് ചെയ്തിരിക്കും. കണ്ടോ, Day 5 എങ്കിൽ Day 5 എസ്കേപ്പ് ചെയ്തിരിക്കും. ഇത് വിചാരിച്ചതിനേക്കാൾ അത്രയും നോ പറയാൻ പറ്റത്തില്ല. പറയാൻ വാക്കുകളില്ല ഇതിനെപ്പറ്റി. എസ്കേപ്പ് ചെയ്യാൻ തൊട്ടും എസ്കേപ്പ് ചെയ്യുന്ന സാധനം സ്ലെൻഡറിനെ വന്ന് നശിപ്പിച്ചു. 1v3 ആബ്സൊല്യൂട്ട് 1v3. പക്ഷേ വി ഗോട്ട് ഡിഫീറ്റഡ്. അപ്പോൾ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.